ശശിക്കെതിരായ PV അൻവറിന്റെ പരാതിയിൽ പാർട്ടി അന്വേഷണമില്ല. ശശിക്കെതിരെ അൻവർ പരാതി നൽകിയിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. അൻവറിന്റെ പരാതി ഭരണതലത്തിലെ ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്കെതിരെ. നടത്തേണ്ടത് ഭരണതലത്തിലുള്ള അന്വേഷണം. അൻവറിന്റെ പരസ്യ വിമർശനം പാടില്ലായിരുന്നുവെന്നും MV ഗോവിന്ദൻ. നടക്കുന്നത് ശക്തമായ അന്വേഷണമെന്ന് PV അൻവർ. SP സുജിത് ദാസിനെതിരെ ബലാത്സംഗ ആരോപണം. മലപ്പുറം SP ആയിരുന്നപ്പോൾ 2 തവണ പീഡിപ്പിച്ചെന്ന യുവതി. SHO വിനോദിനെതിരെയും ആരോപണം. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് സുജിത് ദാസ്. യുവതി പോലീസിനെതിരെ സ്ഥിരം കേസ് കൊടുക്കുന്നയാളെന്നും ആരോപണം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കി കോൺഗ്രസ്. സെക്രട്ടേറിയറ്റ് മാഫിയ സംഘങ്ങളുടെ താവളമെന്ന് പ്രതിപക്ഷ നേതാവ്. പിണറായി അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി വിജയനെന്നും പരിഹാസം. ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി പിണറായി വിജയൻ എന്നാണ്. പൂരം കലക്കി പിണറായി വിജയൻ. പിണറായി ഭീകരജീവിയെന്ന് കെ സുധാകരൻ. നിയമവാഴ്ച തകർന്നെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസിൽ. ഔദ്യോഗികമായ അംഗത്വം സ്വീകരിച്ച താരങ്ങൾ. തെരുവ് മുതൽ നിയമസഭ വരെ പോരാട്ടം തുടരുമെന്ന് വിനേഷ് ഫോഗട്ട്. ഒപ്പം നിന്നത് കോൺഗ്രസ് എന്ന് ബജ്രംഗ് പുനിയ. ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനത്തെ എതിർത്ത് ഗുസ്തി താരം സാക്ഷി മാലിക്. ഓണത്തിന് മുന്നോടിയായി 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ. പെൻഷൻ വിതരണത്തിന് 1700 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ്. വിതരണം ബുധനാഴ്ച മുതൽ. സർക്കാർ ജീവനക്കാർക്ക് 4000 രൂപ ബോണസും 20,000 രൂപ അഡ്വാൻസും. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വ്യാജരേഖ ചമയ്ക്കൽ കുറ്റവും ചുമത്തി പോലീസ്. നടപടി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം. ഹൈക്കോടതിയിൽ പോലീസ് നിലപാട് അറിയിച്ചു.